നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ നെല്ലുവായ് ഏകാദശി നാളെ. ഏകാദശി മഹോത്സവത്തിനോടനുബന്ധിച്ച് വൈദ്യസംഗമവും ധന്വന്തരി പുരസ്കാര സമർപ്പണവും നടന്നു. ഏകാദശി കാഴ്ചകൾ തത്സമയം CCTVയിലൂടെ ആസ്വദിക്കാം. ചങ്ങരംകുളം പള്ളിക്കരയിൽ കല്ല് തൊണ്ടയിൽ കുടുങ്ങി 1 വയസ്സുകാരൻ മരിച്ചു. പള്ളിക്കര തെക്കുമുറി കൊയ്യാങ്കോട്ടിൽ മഹറൂഫ് റുമാന ദമ്പതികളുടെ മകൻ അസ്ലാം നൂഹാണ് മരിച്ചത്. കേച്ചേരി ആയമുക്കിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച അപകടം. യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്ക്. ബസ് ഡ്രൈവറുടെ മനസാന്നിധ്യം തുണയായി. റോഡ് മുറിച്ച് കടന്നോടിയ പിഞ്ചു ബാലന് അദ്ഭുത രക്ഷ. വിശദമായ വാർത്തയിലേക്ക്. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവത്തിനോടനുബന്ധിച്ച് വൈദ്യസംഗമവും ധന്വന്തരി പുരസ്കാര സമർപ്പണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ധന്വന്തരി പുരസ്കാരം നേടിയ അഷ്ടവൈദ്യൻ ET നീലകണ്ഠൻ മൂസിനെ പൊന്നാടണിയിച്ച് ഉപഹാര സമർപ്പണം നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വാർഡ് മെമ്പർ ഷാജി വർഗീസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, തിരുവില്ലോമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, നെല്ലുവായ് ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, നെല്ലുവായ് ധന്വന്തരി ആശുപത്രി ചെയർമാൻ PC അബാൽമണി, ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, അഷ്ടവൈദ്യൻ ആലത്തൂർ നാരായണൻ നമ്പി, PB ബിജു, CS ബൈജു, ഡോക്ടർ KP അരുൺ കൈമൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആവണങ്ങാട്ടിൽ കളരി സംഘത്തിന്റെ സന്താനഗോപാലം കഥകളി അരങ്ങേറി. ഡിസംബർ 30-നാണ് സ്വർഗവാതിൽ ഏകാദശി ആഘോഷിക്കുന്നത്. ചങ്ങരംകുളം പള്ളിക്കരയിൽ കല്ല് തൊണ്ടയിൽ കുടുങ്ങി 1 വയസ്സുകാരൻ മരിച്ചു. പള്ളിക്കര തെക്കുമുറി കൊയ്യാങ്കോട്ടിൽ മഹറൂഫ് റുമാന ദമ്പതികളുടെ മകൻ അസ്ലം നൂഹാണ് മരിച്ചത്. ഞായറാഴ്ചയായിരുന്നു സംഭവം. ഉടൻ തന്നെ ചങ്ങരംകുളത്തെയും തുടർന്ന് കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണം സംഭവിച്ചു. പള്ളിക്കര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. മറ്റം സെന്റ് തോമസ് ഫൊറാന ദേവാലയത്തിൽ ഇടവക ദിനവും വിശ്വാസ പരിശീലന ദിനവും ഭക്തസംഘടനകളുടെയും കുടുംബ കൂട്ടായ്മയുടെയും വാർഷികവും സംഘടിപ്പിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് പൗരോഹിത്യ, സന്യസ്ത, വിവാഹ ജൂബിലി ആഘോഷവും അവാർഡ് ദാനവും മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. വൈകിട്ട് 5 മണിക്ക് ഇടവക ദേവാലയത്തിൽ വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ മുഖ്യ കാർമ്മികനായും ഫാദർ വർഗീസ് ചിറ്റിലപ്പള്ളി, ഫാദർ മെഫിൻ കണ്ണനായ്ക്കൽ എന്നിവർ സഹകാർമ്മികരായും നടന്ന ദിവ്യബലിയോടെയാണ് ഇടവക ദിനാഘോഷത്തിന് തുടക്കമായത്. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം ജലന്ധർ രൂപത ബിഷപ്പ് എമിരറ്റ്സ് മാർ ഫ്രാങ്കോ മുളയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് അധ്യക്ഷനായി. പ്രതിനിധി യോഗം സെക്രട്ടറി ജീസൺ കാക്കശ്ശേരി ഇടവക റിപ്പോർട്ടും ഏകോപന സമിതി സെക്രട്ടറി അലക്സ് ജോക്സ് ഭക്തസംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. കുടുംബ കൂട്ടായ്മ റിപ്പോർട്ടിന്റെ അവതരണം കേന്ദ്രസമിതി സെക്രട്ടറി ഷാലറ്റ് ജോസഫും നടത്തി. ഫാദർ വർഗീസ് ചിറ്റിലപ്പള്ളി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ജനറൽ കൺവീനർ തോംസൺ പുലിക്കോട്ടിൽ, പ്രോഗ്രാം കൺവീനർ VK ജോർജ് എന്നിവർ സംസാരിച്ചു. മതബോധന വിദ്യാർത്ഥികളും ഇടവക വിശ്വാസികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഇടവക ദിനത്തിന്റെ ഭാഗമായി നടന്നു. കൈക്കാരന്മാരായ CK ജോയ്, ഷാജ് K സൈമൺ, MJ ജോഷി, CT സ്വാട്ടക്സ് എന്നിവർ നേതൃത്വം നൽകി. കേച്ചേരി ആയമുക്കിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച് അപകടം. യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്ക്. പുന്നൂർക്കുളം സ്വദേശി ചെറുവത്തിക്കുളങ്ങര വീട്ടിൽ നൌഫലിന്റെ മാതാവ് ബീവാത്തു, ഭാര്യ സുജിന എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. കേച്ചേരി ഭാഗത്തു നിന്നും ആയമുക്ക് ഭാഗത്തേക്ക് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ആയമുക്ക് സെന്ററിന് സമീപം മതിലിലും സർവീസ് വയറിന് സ്റ്റേ കൊടുത്തിട്ടുള്ള പോസ്റ്റിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ സ്വകാര്യ വ്യക്തിയുടെ മതിലും ഇലക്ട്രിക് പോസ്റ്റും തകർന്നു. കാറിന്റെ മുൻഭാഗവും ഭാഗികമായി തകർന്നു. പരിക്കേറ്റ സുജനയെ കേച്ചേരി എക്സ് പ്രവർത്തകരും ബീവാത്തുവിനെ സ്വകാര്യ വാഹനത്തിലും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് ഡ്രൈവറുടെ മനസാന്നിധ്യം തുണയായി. റോഡ് മുറിച്ച് കടന്നോടിയ പിഞ്ചു ബാലന് അത്ഭുത രക്ഷ. കൂറ്റനാട് വാവനൂരിൽ നടന്ന അപകടത്തിന്റെ ബസ് ഡാഷ് ക്യാമറ ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:45 കൂറ്റനാട് വാവനൂർ സ്കൂളിന് സമീപത്തായിരുന്നു അപകടം. ഗുരുവായൂരിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന യാത്ര
ബസിന്റെ മുന്നിലേക്ക് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ ഇടയിൽ നിന്നും പിഞ്ചുബാലൻ റോഡ് മുറിച്ച് മറുവശത്തേക്ക് ഓടുകയായിരുന്നു. സെക്കൻഡുകൾ കൊണ്ട് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയതിനാൽ കുഞ്ഞ് തലനാരിഴയ്ക്ക് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഡ്രൈവറുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കുഞ്ഞിന് ജീവൻ തിരികെ ലഭിച്ചത്. സംഭവത്തിൽ കൂടെയുള്ളവരുടെ അശ്രദ്ധ മൂലമാണ് കുഞ്ഞ് റോഡിലേക്ക് ഓടിയതെന്നുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. അത് ഇവിടുന്ന് പോകുമ്പോൾ 2:40 പോകുമ്പോൾ കുട്ടി അപ്രതീക്ഷിതമായി വണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രൈവറുടെ സമയത്ത് ഇടപെടൽ മൂലം രക്ഷപ്പെട്ടു. എന്നാ ടൈം? 27 ഉച്ചയ്ക്ക് 2:40. കുട്ടി എവിടെയുള്ള? കുട്ടി ഭവനത്തിലുള്ള കുഴപ്പങ്ങൾ എന്തുണ്ടായി? കുട്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ. ജനുവരി 2 മുതൽ ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് മുന്നോടിയായുള്ള ജനകീയ ശുചീകരണത്തിന്റെ മണ്ഡലതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. സരസ് മേളയുടെ ഭാഗമായി നടക്കുന്ന ആദ്യ പ്രവർത്തനമായ ശുചീകരണം നാടിന് തന്നെ മാതൃകയായി മാറണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ചാലിശ്ശേരി സെന്ററിൽ നടന്ന ശുചീകരണ പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആനി വിനു, A വിജയൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ P ഉണ്ണികൃഷ്ണൻ, നവകേരളം കോർഡിനേറ്റർ P സെയ്തലവി, CDS വൈസ് ചെയർപേഴ്സൺ ലളിത സുന്ദരൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞുകുട്ടൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും CDS ചെയർപേഴ്സൺ ലതാ സൽഗുണൻ, വൈസ് ചെയർപേഴ്സൺ ലളിത സുന്ദരൻ, ഹരിതകർമ്മ സേന പ്രസിഡന്റ് PC അംബിക, സെക്രട്ടറി CP ശോഭ എന്നിവർ പങ്കെടുത്തു. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ചൂണ്ടൽ സാൻതോം പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനായി ജൂബിലി ദിവ്യബലി നടന്നു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കുന്ന് അസംഷൻ പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ അധ്യക്ഷനായി. ചടങ്ങിൽ ഇടവക പ്രതിനിധി യോഗം സെക്രട്ടറി ഫ്രാൻസിസ് K ജോസഫ് ജൂബിലി വർഷ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ, ഇടവകാംഗമായ ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട്, സിസ്റ്റർ ലിൻസ മരിയ, കൈക്കാരൻ സാബു ജോസ്, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ CB ബിജു, ജൂബിലി ജനറൽ കൺവീനർ TC ജോർജ് എന്നിവർ സംസാരിച്ചു. ദേവാലയത്തിലെ കൈക്കാരന്മാർ, കോൺവെന്റിലെ സിസ്റ്റേഴ്സ്, ഇടവകയിലെ സന്യസ്തർ, ഭക്തസംഘടനകളുടെ ഭാരവാഹികൾ, ഇടവക വിശ്വാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ശതോത്തര സുവർണ ജൂബിലിയുടെ സമാപനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. 1875 പരിശുദ്ധ അമലോദ്ഭവ മാതാവിന്റെ നാമധേയത്തിൽ പുതുശ്ശേരിയിൽ സ്ഥാപിതമായതാണ് ദേവാലയം. നിലവിൽ ഏകദേശം 260 കുടുംബങ്ങളാണ് ഇടവകയിലുള്ളത്. 2 ഭവനങ്ങളുടെ നിർമ്മാണവും 2 ഭവനങ്ങളുടെ പുനരുദ്ധാരണവും ഉൾപ്പെടെ 15 ലക്ഷം രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ശതോത്തര സുവർണ ജൂബിലി വർഷത്തിൽ നടപ്പിലാക്കിയിരുന്നു. വിധവാ സംഗമം, ദമ്പതി സംഗമം, യുവജന സംഗമം, സമർപ്പിത സംഗമം തുടങ്ങിയ പരിപാടികൾക്കൊപ്പം വിവിധ മത്സരങ്ങളും ആദരച്ചടങ്ങും ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. കലാസംവിധാനത്തിന് സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ച അജയൻ ചാലിശ്ശേരിയെ ഡിസംബർ 30 ചൊവ്വാഴ്ച ഗ്രാമം ആദരിക്കും. മിനി അൻസാരി ഓഡിറ്റോറിയത്തിലാണ് ആദരച്ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് ആദര സദസ്സിന് ഒരുക്കുന്നത്. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന 23 കലാകാരന്മാർ പങ്കെടുക്കുന്ന ചിത്രരചനാ ക്യാമ്പ് രാവിലെ തുടങ്ങും. ഇവർക്ക് അജയൻ ചാലിശ്ശേരി ക്യാൻവാസും ബ്രഷും വിതരണം ചെയ്യും. ആർട്ടിസ്റ്റ് മണികണ്ഠൻ പുന്നയ്ക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകും. പൊതുജനങ്ങൾക്ക് ക്യാമ്പ് സന്ദർശിക്കാൻ സൗകര്യം ഒരുക്കും. വൈകിട്ട് 4:30 ചാലിശ്ശേരി മെയിൻ റോഡിൽ നിന്നും അജയനെയും റിയൽ മഞ്ഞുമ്മൽ ബോയ്സിനെയും മലയാള സിനിമയിലെ പ്രമുഖരെയും തുറന്ന ജീപ്പിൽ ആനയിച്ച് വേദിയിലേക്ക് വരവേൽക്കും. വാദ്യമേളങ്ങളോടെ വരവേറ്റ ശേഷം അനുമോദന സദസ്സ് നടക്കും. ചാലിശ്ശേരിയിലെ കലാകായിക സാംസ്കാരിക സംഘടനകളും ഉത്സവാഘോഷ കമ്മിറ്റികൾ, വ്യാപാരികൾ, സഹപാഠികൾ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചേർന്നാണ് അനുമോദനം സംഘടിപ്പിക്കുന്നത്. ചിറനെല്ലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ നവനാൾ തിരുകർമ്മങ്ങളുടെ ഭാഗമായി ദേവാലയത്തിൽ വൈകിട്ട് 6 മണിക്ക് ദിവ്യബലി നടന്നിരുന്നു. ശനിയാഴ്ച വൈകിട്ട് ഫാദർ ഷിൻഡോ പാറയിൽ കാർമ്മികത്വം വഹിച്ച ദിവ്യബലി, ലതിഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം തിരുനാളിൻ്റെ ഭാഗമായി ദേവാലയത്തിൽ സജ്ജമാക്കിയ ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം സ്പെഷ്യൽ തഹസീൽദാർ VK ബാബു നിർവഹിച്ചു.
ഞായറാഴ്ച രാവിലെ 7-ന് ഫാദർ ജെയ്സൺ കൂനമ്പ്ളക്കൽ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം അമ്പ്, വള എന്നിവ വെഞ്ചരിച്ചു. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലെ വീടുകളിലേക്ക് അമ്പ്, വള എന്നിവ എഴുന്നള്ളിച്ചു. വൈകിട്ട് 6-ന് ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം പ്രസുതേന്തി വാഴ്ചയും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും നടന്നു. കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തി സമാപിച്ചു. അമ്പ് സമാപനത്തിന് ശേഷം മെഗാ ബാൻഡ് മേളം അരങ്ങേറി. തിരുനാൾ ദിവസമായ തിങ്കളാഴ്ച രാവിലെ 10:30-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടന്നു. രാമനാഥപുരം മൈനർ സെമിനാരിയിലെ ഫാദർ ജസ്റ്റിൻ തടത്തിൽ മുഖ്യകാർമ്മികനായി. മുളയം മേരിമാത മേജർ സെമിനാരിയിലെ പ്രൊഫസർ ഫാദർ ലിജോ ചാലിശ്ശേരി തിരുനാൾ സന്ദേശം നൽകി. വേലൂർ അർണോസ് പാതിരി അക്കാദമിയിലെ ഫാദർ ജോർജ് തേനാടിക്കുളം സഹകാർമ്മികനായി. വൈകിട്ട് 4:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയെ തുടർന്ന് വർണ്ണക്കുടകളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ഇടവക വിശ്വാസികൾ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും വഹിച്ചുകൊണ്ട് അണിനിരക്കുന്ന ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും ശേഷം വർണ്ണമഴയും ഗാനമേളയും അരങ്ങേറും. തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈക്കാരന്മാരായ ആൽഫ്രഡ് പോൾ, CI റോജൻ, ജനറൽ കൺവീനർ KV ജോയൽ എന്നിവർ നേതൃത്വം നൽകും. കുന്നംകുളം 17-ാം വാർഡ് ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് കൗൺസിലർ ബീന ബാബുവിന് സ്വീകരണവും മുൻ ടൗൺ വാർഡ് കൗൺസിലർ ബിജു സി ബേബിയെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ ചടങ്ങിൽ ആദരിച്ചു. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിന് സമീപത്ത് സംഘടിപ്പിച്ച പരിപാടി DCC സെക്രട്ടറി KC ബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് MJ റെജി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി CI ഇട്ടി മാത്യു, വാസു കോട്ടൂൽ, OR റോഷിത്, മിഷ സെബാസ്റ്റ്യൻ, അനീന ഷിബു, മിനി ഷാജി, സോണി ഷാജി, KJ റോമി, KR വിൽസൺ എന്നിവർ സംസാരിച്ചു. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാരുദ്രയജ്ഞം ജനുവരി 1-ന് ആരംഭിക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ ഗുരുവായൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4ാമത് അതിരുദ്ര മഹായജ്ഞത്തിനുള്ള 4ാം മഹാരുദ്രയജ്ഞമാണിത്. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രശസ്ത വേദ പണ്ഡിതന്മാർ 11 വെള്ളി കലശങ്ങളിൽ ദ്രവ്യങ്ങൾ നിറച്ച് ശ്രീരുദ്രമന്ത്രത്താൽ ചൈതന്യത്തെ ജീവകലശങ്ങളിലേക്ക് ആവാഹിക്കും. രാവിലെ ഉഷപൂജയ്ക്കു ശേഷം ജീവകലശം മഹാദേവന് അഭിഷേകം ചെയ്യും. ദിവസവും ഇത് ആവർത്തിച്ച് 11-ാം ദിവസം വസോർധാരയോടെ യജ്ഞം സമാപിക്കും. നവകാഭിഷേകം, നാഗപ്പാട്ട്, സർപ്പബലി, ഭക്തി പ്രഭാഷണം, കലാപരിപാടികൾ, പ്രസാദഊട്ട് എന്നിവയുമുണ്ടാകും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ രോഗികൾക്ക് 20,000 രൂപ വീതം 20 പേർക്ക് നൽകും. എക്സിക്യൂട്ടീവ് ഓഫീസർ N ഷാജി, ഓഫീസ് സൂപ്രണ്ട് PC രഘുനാഥ രാജ, ക്ഷേത്രം സൂപ്രണ്ട് K ജ്യോതിശങ്കർ, V രാജേഷ് ബാബു, PS ബൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആരോഗ്യം ആനന്ദം ഹെൽത്തി വൈബ് ക്യാമ്പയിന്റെ ഭാഗമായി വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വടക്കേക്കാട് മുക്കിലപ്പിടികയിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ജനങ്ങളിൽ വ്യായാമം, നല്ല ഭക്ഷണശീലം, മാനസികാരോഗ്യം, ലഹരി വസ്തുക്കളുടെ വർജനം എന്നിവ ലക്ഷ്യമാക്കി ആരോഗ്യവകുപ്പ് പുതുവത്സരത്തിൽ ആരംഭിക്കുന്ന പരിപാടിയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. തൊഴിയൂർ ICA കോളേജിലെ NSS വിദ്യാർത്ഥികളാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ ബോധവൽക്കരണ സന്ദേശം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K സുജിത്ത് നന്ദി പറഞ്ഞു. ആശാപ്രവർത്തകർ, CSC ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 140-ാം ജന്മദിനം ആഘോഷിച്ചു. ചിറക്കൽ സെന്ററിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, സുനിൽ അരുവായ്, NK അബ്ദുൾ മജീദ്, ശശിധരൻ കണ്ടംപുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സഹായ ഉപകരണങ്ങളും യഥാസമയം എത്തിക്കാൻ ജനപ്രതിനിധികൾ ശ്രമിക്കണമെന്ന് തൃശൂർ ജില്ലാ ഡെഫ് ഫെഡറേഷൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പോർക്കുളത്ത് നടന്ന കൺവെൻഷനിൽ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥൻ നിർവഹിച്ചു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തകൻ കരിമ്പന്നിത്തടം മുഖ്യാതിഥിയായി. 3-ാം വാർഡ് മെമ്പർ സമയ്യ ഷറഫുദ്ദീൻ കൂപ്പണിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അനീഷ് മുഹമ്മദ് ഉണ്ണി, TV സജിത്ത്, KM ഷിഹാബ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം പോസ്റ്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷവും ഉദ്യോഗക്കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോകുന്ന പോസ്റ്റ് മാസ്റ്റർ രേഷ്മ ബിന്ദുവിന് യാത്രയയപ്പ് നൽകി.
ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പോസ്റ്റ് ഫോറം ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ ലബീബ് ഹസൻ അധ്യക്ഷനായി. നഗരസഭ മുൻ സ്ഥിരം സമിതി ചെയർമാൻ MV ഉല്ലാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം ട്രഷറർ ജിനീഷ് തെക്കേക്കര, കുന്നംകുളം പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ, വ്യാപാരി വ്യവസായി സമിതി മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി ജിനീഷ് തെക്കേക്കര, CCTV ജനറൽ മാനേജർ സിൻഡോ ജോസ് എന്നിവർ സംസാരിച്ചു. പോസ്റ്റ് ഫോറം അംഗങ്ങളായ ഡെപ്യൂട്ടി പോസ്റ്റ് മാസ്റ്റർ സുമംഗലി ME, ഡാലിഷ്, ബിനീഷ് കുമാർ, പ്രസന്നകുമാർ, ദീപ, റോസ്ലി, ഷോയാബ് അലി, ശ്യാംകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പുതുവർഷ പിറവിയുടെ ഭാഗമായി ലബീബ് ഹസൻ, രേഷ്മ, ബിന്ദു എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു. പോസ്റ്റൽ ഡിവിഷൻ സൂപ്രണ്ടായി ഉദ്യോഗ കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോകുന്ന പോസ്റ്റ് മാസ്റ്റർ രേഷ്മ ബിന്ദുവിനെ ലബീബ് ഹസൻ, MV ഉല്ലാസ് എന്നിവർ ചേർന്ന് പൊന്നാടണിയിച്ചും ബൊക്കെ സമ്മാനിച്ചും ആദരിച്ചു. കേരള ബാങ്ക് ഡയറക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട M. ബാലാജിയെ കുന്നംകുളം ഹൗസിംഗ് സഹകരണ സംഘം പൊതുയോഗം ആദരിച്ചു. പ്രസിഡന്റ് KK സതീശൻ പൊന്നാട അണിയിച്ചു. സഹകരണ സംഘങ്ങളിൽ വായ്പകളുടെ പലിശ കുറയ്ക്കാൻ ആവശ്യമായ പദ്ധതികൾ കേരള ബാങ്കിൽ ആവിഷ്കരിക്കുമെന്ന് ബാലാജി അഭിപ്രായപ്പെട്ടു. കുന്നംകുളം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KK സതീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പ്രവീണ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത CG രഘുനാഥിനെയും മെമ്പറായ KU ബിബിനെയും സർക്കിൾ സഹകരണ യൂണിയൻ മെമ്പറായ സുകുമാരനെയും യോഗത്തിൽ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് NM കൃഷ്ണൻകുട്ടി സ്വാഗതവും മോഹൻദാസ് നന്ദിയും പറഞ്ഞു. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന ഗണപതി ഹോമം, വിശേഷാൽ പൂജ എന്നിവയ്ക്ക് ശേഷം നാദസ്വരത്തിന്റെ അകമ്പടിയോടെ കാവടിയാട്ടവും നടന്നു. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് വിവിധ ദേശ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് വൈകിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 15 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. നാദസ്വരവും പൂക്കാവടികളും പീലിക്കാവടികളും നാടൻ കലാരൂപങ്ങളും ഫാൻസി കലാരൂപങ്ങളും ആഘോഷം വർണ്ണാഭമാക്കി. യുവമോർച്ച ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുമനൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെ നിവേദനം സമർപ്പിച്ചു. വളർന്നുവരുന്ന തലമുറയ്ക്ക് വേണ്ടിയും കാലങ്ങളായി പഞ്ചായത്തിൽ നേരിടുന്ന കളിസ്ഥലമില്ലെന്നുള്ള പ്രശ്ന പരിഹാരത്തിനു വേണ്ടി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വിശാഖ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ യദിൻ, അഭിജിത്ത്, BJP മണ്ഡലം സെക്രട്ടറി വിനീത്, BJP ഒരുമനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് കല്ലായിൽ എന്നിവർ ചേർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം സമർപ്പിച്ചത്. മന്നലാംകുന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 140ാം ജന്മദിനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തലും പ്രഭാഷണവും സംഘടിപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ കൃഷ്ണൻ കിഴക്കകത്ത് പതാക ഉയർത്തി. വാർഡ് പ്രസിഡന്റ് KK അക്ബർ അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തെക്കാത്ത് ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി. KK ഷുക്കൂർ, PM സൈദലവി, നർബനൂസ് പണിക്കവീട്ടിൽ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീരാമകഥാമൃതം നടത്തി. ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു. ക്ഷേത്രം മുൻ മേൽശാന്തി നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. HG വിജയമുകുന്ദദാസ് മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ചാന്ദിനി ടീച്ചർ സ്വാഗതവും പ്രജിഷ സന്തോഷ് നന്ദിയും പറഞ്ഞു. ബ്രേവ് ബോധി റെസിഡൻസ് അസോസിയേഷൻ വേലൂർ വാർഷികാഘോഷം ഗ്രാമപഞ്ചായത്ത് അംഗം ജമീല രാജീവ് ഉദ്ഘാടനം ചെയ്തു. ബ്രേവ് പ്രസിഡന്റ് വിനോദ് ദാസ് അധ്യക്ഷനായ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി വിനോദ് ദാസ് പ്രസിഡന്റ്, സന്താൾ സെക്രട്ടറി, പ്രദീപ് കുമാർ ട്രഷറർ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. റോഡിലെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിന് ബിന്നുകൾ സ്ഥാപിക്കുകയും വീടുകൾക്ക് നമ്പർ പതിക്കുകയും ചെയ്തു. റോഡുകളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ച് അനാച്ഛാദനം നടത്തി. 120 പേരോളം പങ്കെടുത്ത പരിപാടിയിൽ അംഗങ്ങളുടെ സാംസ്കാരിക പ്രകടനങ്ങൾ അരങ്ങേറി. യോഗത്തിന് പുഷ്പ സ്വാഗതം പറഞ്ഞു. സുർജിത് കൃഷ്ണ, വത്സല സുധാകരൻ, ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് ICA ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും മലമ്പാമ്പിനെ പിടികൂടി. ഞായറാഴ്ച രാത്രി സ്കൂൾ പരിസരത്ത് മലമ്പാമ്പിനെ കണ്ടതോടെ നാട്ടുകാർ വിവരം അറിയിക്കുകയും തുടർന്ന് റെസ്ക്യൂ സംഘം സ്ഥലത്തെത്തി പാമ്പിനെ സുരക്ഷിതമായി പിടികൂടുകയുമായിരുന്നു. മലമ്പാമ്പിനെ അനുയോജ്യമായ വനമേഖലയിലേക്ക് തുറന്നുവിടുമെന്ന് റെസ്ക്യൂ സംഘം പറഞ്ഞു.
മമ്മിയൂർ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് നഗരസഭ 8ാം വാർഡ് കൗൺസിലറും സൗഹൃദ ക്ലബ് പ്രസിഡന്റുമായ KC സുനിലിന് സ്വീകരണം നൽകി. സൗഹൃദ നഗറിൽ നടന്ന സ്വീകരണ യോഗം ചാവക്കാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സൗഹൃദ രക്ഷാധികാരി അഡ്വക്കേറ്റ് VS ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശ്, രാധാകൃഷ്ണ ഗ്രൂപ്പ് ചെയർമാൻ പ്രേമാനന്ദൻ എന്നിവർ മുഖ്യാതിഥികളായി. ചടങ്ങിൽ ജനപ്രതിനിധികളെ ആദരിച്ചു. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ എറിൻ ആന്റണി, ചാവക്കാട് നഗരസഭാ കൗൺസിലർ K റീന, വാർഡ് കൗൺസിലർ KC സുനിൽ, സൗഹൃദ വൈസ് പ്രസിഡന്റ് ബൈജു മമ്മിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചരമം കുന്നംകുളം ആനായിക്കൽ ചീരംകുളം റോഡിൽ പരേതനായ ആനായിക്കൽ മാധവൻ മകൻ പൊതുപ്രവർത്തകനായ ലെനിൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. രുക്മിണി മാധവും സതി ഭാര്യയുമാണ്. ആർഷ, ആഷിഖ് എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പട്ടിക്കര കിഴക്കുമുറി മംസ്രായിലത്ത് പരേതനായ അമ്മു മകൻ ഉമ്മർ നിര്യാതനായി. 72 വയസ്സായിരുന്നു. ഖബറടക്കം ഉച്ചതിരിഞ്ഞ 3 മണിക്ക് പട്ടിക്കര ഖബർസ്ഥാനിൽ നടത്തി. സെഫിയ ഭാര്യയും നസീമ, ഫൗസിയ, അഫ്സിയ, അൻസാർ, ഹസ്നത്ത്, ഹബീബ, ഹസ്ബുന, അഫ്സൽ എന്നിവർ മക്കളാണ്. പുതുരുത്തി ചുങ്കത്ത് തോമ ഭാര്യ റോസ്ലി നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം പുതുരുത്തി വിശുദ്ധ 10ാം പിയൂസ് ദേവാലയത്തിൽ നടത്തി. ഷീജ, ഷാജൻ, ഷീബ എന്നിവർ മക്കളാണ്. കാട്ടകമ്പാൽ കാഞ്ഞിരത്തിങ്കൽ പള്ളിക്കര പരേതനായ അബൂബക്കറിന്റെ ഭാര്യ ഫാത്തിമ നിര്യാതയായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം കാഞ്ഞിരത്തിങ്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. സഫിയ, റംല, സുലൈമാൻ എന്നിവർ മക്കളാണ്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 12,800 രൂപ, പവന് 1,02,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 257 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രസിദ്ധമായ നെല്ലുവായ് ഏകാദശി നാളെ. ഏകാദശി മഹോത്സവത്തിനോടനുബന്ധിച്ച് വൈദ്യസംഗമവും ധന്വന്തരി പുരസ്കാര സമർപ്പണവും നടന്നു. ഏകാദശി കാഴ്ചകൾ തത്സമയം CCTVയിലൂടെ ആസ്വദിക്കാം. ചങ്ങരംകുളം പള്ളിക്കരയിൽ കല്ല് തൊണ്ടയിൽ കുടുങ്ങി 1 വയസ്സുകാരൻ മരിച്ചു. പള്ളിക്കര തെക്കുമുറി കൊയ്യാങ്കോട്ടിൽ മഹറൂഫ്, റുമാന ദമ്പതികളുടെ മകൻ അസ്ലാം നൂഹാണ് മരിച്ചത്. കേച്ചേരി ആയമുക്കിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച അപകടം. യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്ക്. ബസ് ഡ്രൈവറുടെ മനസാന്നിധ്യം തുണയായി. റോഡ് മുറിച്ച് കടന്നോടിയ പിഞ്ചുബാലന് അദ്ഭുത രക്ഷ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.